പല വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് എല്ലാ സ്ത്രീകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് വെജൈനൽ ഡ്രൈനസ്. സെക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എത്രത്തോളം വെറ്റും സ്ലിപ്പറിയുമാകുന്നോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും എക്സ്പീരിയൻസ്. നല്ല ആഴത്തിലുള്ള സുഖവും സ്ട്രോങ് ആയ ഓർഗാസവും ഈസിയറായ അറൗസലും എല്ലാം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ വെജൈനയിലുണ്ടാകുന്ന വെറ്റ്നസ്. ഈ വെറ്റ്നസ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നോക്കാം. ആദ്യം വജൈനൽ ഡ്രൈനസിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ചും ആൻറ്റി ഡിപ്രസൻസ്, ആൻറ്റിഹിസ്റ്റമിൻസ് തുടങ്ങിയവ ഡ്രൈനസിന് കാരണമായേക്കാം. ബർത്ത് കൺട്രോളിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ഡ്രൈനസിന് കാരണമായേക്കാം. കൂടാതെ നിങ്ങൾ ഗർഭിണിയാണെങ്കിലോ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന സ്ത്രീയോ ആണെങ്കിൽ വജൈനൽ ഡ്രൈനസ് വന്നേക്കാം. ഇതുകൂടാതെ നിങ്ങളുടെ ഹോർമോണൽ സിറ്റുവേഷൻസ് കൊണ്ടും വജൈനൽ ഡ്രൈനസ് അനുഭവപ്പെടും. അതല്ലെങ്കിൽ ജെനിറ്റൽ ഏരിയയിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടും ഇങ്ങനെ ഡ്രൈനസ് അനുഭവപ്പെടാം. നിങ്ങളുടെ മന്ത്ലി സൈക്കിളും കാരണമായേക്കാം. ഓവുലേഷനോടനുബന്ധിച്ച് കൂടുതൽ സ്ലിപ്പറി ആയിരിക്കും. മെൻസ്ട്രേഷന് മുൻപ് കുറച്ച് ഡ്രൈ ആയും അനുഭവപ്പെടും. മെനപ്പോസും ഇതിന് ഒരു കാരണമാണ്. ഈ ടൈമിൽ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഇത് വജൈനൽ വാൾ തിന്നറാക്കും, കൂടാതെ വെറ്റ്നസ് കുറയ്ക്കും. ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ടിപ്സ് കൂടാതെ ഡോക്ടറോട് പറഞ്ഞ് ട്രോപ്പിക്കൽ ഈസ്ട്രജൻ ക്രീം വജൈനയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ തലയിലൂടെ മറ്റു കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ബോഡിയുമായി ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഇതുകൊണ്ടും വജൈനൽ ഡ്രൈനസ് അനുഭവപ്പെടാം. ഇനി നമുക്ക് വജൈനൽ ഡ്രൈനസ് മാറാനുള്ള ടിപ്സ് നോക്കാം. ഒന്നാമതായി ഇൻറ്റേർണൽ മസാജ്. ഇത് നിങ്ങൾക്ക് തനിയെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഇതിനായി നിങ്ങളുടെ വിരലുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും സെക്സ് ടോയ്സ്, ഡിൽഡോ തുടങ്ങിയ എന്തെങ്കിലും ഉപയോഗിക്കാം. കൂടാതെ ഇത് ചെയ്യുമ്പോൾ ഒരു ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യാം. ലൂബ്രിക്കൻറ്റിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടോളൂ. അപ്പോൾ കുറച്ചുകൂടി ഐഡിയാസ് കിട്ടും. ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. നിങ്ങൾക്ക് 1-2 വിരലുകൾ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനു മുൻപായി വിരലുകളിൽ നന്നായി ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുക. വിരലുകൾ വജൈനൽ കനാലിൽ ഇൻസേർട്ട് ചെയ്താൽ വജൈനൽ കനാലിൻ്റെ എല്ലാ വശവും മൃദുവായി മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് മോഷനിൽ ചെയ്യാം. വളരെ സാവധാനം മൃദുവായി മസാജ് ചെയ്യുക. കൂടാതെ സൈഡ് ടു സൈഡ് വരുന്ന രീതിയിലും മസാജ് ചെയ്യാം. വിരലുകൾ കുറച്ച് സമയം വജൈനൽ കനാലിൽ വയ്ക്കുക. അതിനുശേഷം ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്ന പോലെ ചലിപ്പിക്കാം. നിങ്ങളുടെ ചലനം നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ വജൈനയിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത് എന്ന് നിരീക്ഷിക്കുക. ഈ മസാജിങ് വജൈനൽ വാൾ സെൻസിറ്റൈസ് ചെയ്യാൻ സഹായിക്കും. പ്രത്യേകിച്ചും പാർട്ട്ണറായുള്ള സെക്സിലോ അല്ലെങ്കിൽ തനിയെ വജൈന ഇൻറ്റേർണലി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴോ അത്ര സുഖം ലഭിക്കാതെ വരുന്ന അവസ്ഥയിലും, അല്ലെങ്കിൽ അറൗസിലാകുമ്പോൾ പുസി വേണ്ടത്ര ലൂബ്രിക്കേറ്റ് ആവാത്ത അവസ്ഥയിൽ ഈ സെൻസിറ്റൈസിങ് ഇൻറ്റേർണൽ മസാജ് നല്ല ഗുണം ചെയ്യും. ഇത് ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തോട് നാം ആക്റ്റീവായിരിക്കാനും കൂടുതൽ ലൂബ്രിക്കൻ്റ് ഉണ്ടാക്കാനും കൂടുതൽ സുഖം ലഭിക്കാനും പ്രിപ്പയർ ചെയ്യിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ഈ മസാജ് ചെയ്യാം. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം എല്ലാ സ്ത്രീകളും ചെയ്യുക. 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. സെക്സ് ടോയ്സ്, വൈബ്രേറ്റർ തുടങ്ങിയവ ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും, കോളേജ് സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ 50കളിലോ 60കളിലോ 70കളിലോ എല്ലാം നമുക്ക് ഇത് ചെയ്യാം. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ സ്ത്രീകൾക്ക് സെക്സ് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് തുടങ്ങുന്നത് കല്യാണം കഴിഞ്ഞുള്ള ആദ്യ സെക്സ് എക്സ്പീരിയൻസ് തന്നെ വളരെ സുഖം പകരാൻ സഹായിക്കും. അടുത്തതായി റെഗുലർ മാസ്റ്റർബേഷൻ. മുൻപത്തെ സ്റ്റെപ്പിൽ വജൈനയുടെ ഇൻറ്റേർണൽ വാൾ മസാജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കണ്ടത്. ഈ സ്റ്റെപ്പിൽ നിങ്ങളെ ഓണാക്കാൻ സഹായിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സുഖവും അറൗസലും ഓർഗാസവും എല്ലാം കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രാക്ടീസ് നോക്കാം. ഞാനിതിനെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ റിച്വൽ എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുക. കാരണം നമ്മുടെ ജെനിറ്റൽ ഏരിയയിൽ, ക്ലിറ്റോറിസിൽ വിരൽ കൊണ്ട് ചലിപ്പിച്ച് ക്ലൈമാക്സ് എത്തുക എന്നത് മാത്രമല്ല ഈ മാസ്റ്റർബേഷൻ. മൈൻഡ്ഫുൾ അല്ലാതെ, നമ്മുടെ ശരീരത്തോട് ഡിസ്കണക്റ്റഡ് ആയിക്കൊണ്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നത് നല്ല ഫീലിങ്ങോടെ, മൈൻഡ്ഫുള്ളായി, ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് സാവധാനം ചെയ്യണം. ആദ്യം ശരീരം മൊത്തത്തിൽ, മാറിടങ്ങളും കൈയും എല്ലാം മൃദുവായി തടവാം. ബ്രസ്റ്റ്, ഇന്നർ തൈസ്, കഴുത്ത് എന്നിവ തടവാം. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ആ എനർജിയും അറൗസലും എല്ലാം നൽകും. അതിനുശേഷം മാത്രം ജെനിറ്റൽ ഏരിയയിലേക്ക് കടക്കാം.
നിങ്ങളുടെ ഇഷ്ടം പോലെ ഇൻറ്റേർണൽ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പറായ ഒരു ഓർഗാസം ആസ്വദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് റിലാക്സ്ഡായി ഈ ഒരു സെഷൻ ആസ്വദിക്കാം. ഈ മാസ്റ്റർബേഷൻ പ്രാക്ടീസ് നാച്ചുറലായി വെറ്റ്നസ് കൂട്ടാൻ സഹായിക്കും. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ മാറ്റം കൊണ്ടുവരും. ഇതിന് പ്രായമൊരു തടസ്സമല്ല. മാസ്റ്റർബേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീയുടെ സെക്സ് ലൈഫ് വളരെ ബെറ്റർ ആയിരിക്കും. 50കളിലും 60കളിലും മാസ്റ്റർബേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് സെക്സ് ലൈഫ് വളരെ ആക്റ്റീവാക്കി നിലനിർത്താൻ സഹായിക്കും. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു സെക്ഷുവൽ സിറ്റുവേഷനിലാണ്, പക്ഷേ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നില്ല എങ്കിൽ, അതല്ല കുറവാണെങ്കിൽ, ഒരു ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുക. ലൂബ്രിക്കൻറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടോളൂ. അപ്പോൾ കുറച്ചുകൂടി ഐഡിയാസ് കിട്ടും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഡ്രൈനെസ് അനുഭവപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ പേഴ്സണലായി പറയാം, എൻ്റെ ഗേൾ ഫ്രണ്ടുമായി സെക്സ് ചെയ്യുമ്പോൾ പലപ്പോഴും നേരിടാറുള്ള ഒരു പ്രശ്നമാണ് വജൈനയിൽ ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഹാൻഡിയായി ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ടാകും. കാരണം ഞങ്ങൾക്കറിയാം ഇത് നാച്ചുറലാണ്. പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാമെന്ന് ഞങ്ങൾക്കറിയാം. എന്തെങ്കിലും തരത്തിലുള്ള ഡ്രൈനെസ് അനുഭവപ്പെട്ടാൽ ഞങ്ങൾ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് വേണ്ടത് നല്ല വെറ്റായ സുഖമുള്ള എക്സ്പീരിയൻസ് ആണ്. ചെറിയൊരു ഡ്രൈനെസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യാതെ അവളിലേക്ക് ഇൻസേർട്ട് ചെയ്യാറില്ല. അവളും അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം. അതേപോലെ അവൾ പലപ്പോഴും എന്നോട് ഫോർപ്ലേയും ഓറൽ സെക്സും എല്ലാം ചോദിക്കും. ഇത് അവൾക്ക് കൂടുതൽ അറൗസലും വെറ്റ്നസ്സും ലഭിക്കാനാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും ഇതേപോലെ ഫോർപ്ലേയോ ഓറൽ സെക്സോ ആവശ്യമെങ്കിൽ പാർട്ട്ണറോട് പറയുക. ഓറൽ സ്റ്റിമുലേഷൻ ചോദിക്കാം, ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാം, അതല്ലെങ്കിൽ ഒരു വൈബ്രേറ്റർ യൂസ് ചെയ്യാം. ഇതുവരെ വൈബ്രേറ്റർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സെക്സ് ലൈഫിൽ അതിന് ഒരു സ്ഥാനം കൊടുക്കാം. അത് നിങ്ങൾക്ക് അറൗസൽ നൽകാനും ഇൻറ്റേർണൽ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ സെക്സ് ടോയ് ഉപയോഗിക്കാൻ ഒരു നാണക്കേടോ മടിയോ വിചാരിക്കേണ്ട കാര്യമില്ല. പാർട്ട്ണറുമായി പെനിട്രേഷൻ സെക്സ് ചെയ്യുന്നതിന് മുൻപായി ഇത് ഉപയോഗിക്കുന്നത് നല്ല സുഖം പകരും. വജൈന ഓപ്പൺ ആവും. പെനിട്രേറ്റീവ് സെക്സ് ചെയ്യുമ്പോൾ തന്നെ ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വൈബ്രേറ്റർ യൂസ് ചെയ്യാം. പാർട്ട്ണർ വിഡ്രോ ചെയ്താലും നിങ്ങൾക്ക് തനിയെ അല്ലെങ്കിൽ പാർട്ട്ണറിനോട് വൈബ്രേറ്റർ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ പറയാം. നമുക്കെല്ലാം ചില ഫാൻറ്റസീസ് എല്ലാം ഉണ്ടാകും. അത് ആലോചിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറൗസൽ ലഭിക്കും, ലൂബ്രിക്കേഷനും ഉണ്ടാകും. ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് കൂടുതൽ വെറ്റ്നസ്സും അറൗസലും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഫാൻറ്റസി കരുതുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നമുക്ക് ഈ മെത്തേഡും യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഇങ്ങനെ ചെയ്യരുത്. ഇത് നമ്മുടെ പാർട്ട്ണറിനോട് ഒരു ഡിസ്കണക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ നിങ്ങളിൽ അറൗസൽ ഉണ്ടാക്കുന്ന എന്ത് മെത്തേഡും യൂസ് ചെയ്യാം. നിങ്ങളെ ഓണാക്കുന്ന എന്തും സെക്സിന് മുൻപോ പെനിട്രേറ്റീവ് സെക്സ് ചെയ്യുന്ന സമയത്തോ ചെയ്യാം. നിങ്ങളുടെ പാർട്ട്ണറുമായി തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അദ്ദേഹം ഒരു ഓപ്പൺ മൈൻഡഡ് ആയ ആളാണെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സെക്സ് ലൈഫിൽ ഗുണം ചെയ്യും. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.